സോറി സാർ. ഇല്ല ഇനി അങ്ങനെ തെറ്റ് പറ്റില്ല. സോറി. മനുഷ്യനെ കൊണ്ട് പ്രാന്ത് പിടിപ്പിക്കും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എടാ രാവിലെ മുതൽ ഞാൻ അവിടെ പട്ടിയെ പോലെ കിടന്ന് ഓടാൻ തുടങ്ങിയത്. ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തോ നീ? ഇവിടെ കാലിന്റെ മുകളിൽ കാല് വെച്ചിട്ട് അട്ടം നോക്കിയിരിക്കുന്നു. അത് പിന്നെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരുന്നു പോയടാ. ഓ അവൻ ചിന്തിച്ചിരുന്നത്രേ. എടാ ഹെഡ് ഓഫീസ് കുറെ നേരെ കോൾ ചെയ്യുന്നത്. എടാ നമ്മളെ ഫിനാൻസിന്റെ ഫയലുണ്ടോ നീ? എടാ എനിക്കെങ്ങനെ അറിയാനാടാ? ഈ ഫയലുകളൊക്കെ നോക്കിയിരുന്ന അവനല്ലേ ശ്രീദർശ്. അവനാണ് 1 മാസത്തേക്ക് ബാംഗ്ലൂർ ബ്രാഞ്ചിലേക്കും പോയി. എടാ നമ്മളൊന്ന് സെറ്റായി വരുന്നല്ലേ ഉള്ളൂ. അതിന്റെ മുന്നേ അവൻ അങ്ങോട്ട് പറഞ്ഞാൽ ശരിയായില്ല. അല്ലടാ നമ്മുടെ കൂട്ടത്തിൽ കന്നഡ ഭാഷ അറിയുന്ന അവനെ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂർ ബ്രാഞ്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ ഭാഷ അറിയുന്ന ആരെങ്കിലും വേണം. അതിനിപ്പോൾ കമ്പനി വിളിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ 1 മാസത്തേക്ക് അവനെ നോക്കണ്ട. അല്ലാത്ത ചതിയായി പേളിയാ. നീ ഇങ്ങനെ എന്തിനും ടെൻഷൻ അടിക്കുന്നത്? നീ അവനെ ഒന്ന് വിളിച്ച് ചോദിക്കേ. ഓ ഐഡിയക്ക് നന്ദി. എടാ നീ എന്താ വിചാരിച്ച് ഞാൻ വിളിച്ചു നോക്കിയില്ലാന്നോ? എടാ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചവനെ, അവൻ എടുക്കുന്നില്ല. എടാ അവൻ വല്ല തിരക്കിലായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും എടുക്കാതിരിക്കും തോന്നുന്നു എനിക്ക്. ഈ ഫയലല്ല അന്വേഷിക്കുന്നേ? ആ ഇത് തന്നെ. ഇപ്പോഴാ മനുഷ്യനും സമാധാനം വീണ്. അല്ല ഇതെവിടുന്ന് കിട്ടി? ശ്രീദർശ് പറഞ്ഞു വന്നു. മീര ശ്രീദർശനെ വിളിച്ചിരുന്നാ? ആ വിളിച്ചിരുന്നു. എത്ര തവണ വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്? ഫസ്റ്റ് റിംഗ് തന്നെ എടുത്തു. ഓഹോ ഒന്നുമില്ല. മീര പോക്കോ. എന്താ പ്രശ്നം? ഒന്നുമില്ല. എടാ നീയല്ല പറഞ്ഞ നമ്മൾ വിളിച്ച ഫോൺ എടുക്കുന്നു. സോറി അളിയാ, ബാംഗ്ലൂർ പോയപ്പോൾ അവൻ്റെ സ്വഭാവം അതേപോലെ തന്നെ. കോഴി, കാട്ടുകോഴി. ആ എന്തായാലും ശരി. ഞാൻ ഈ ഫയൽസൊക്കെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഹെഡ് ഓഫീസിലേക്ക് അയക്കാൻ പോവാം. ഓക്കെ എന്നാ നീ പോയി അത് ചെയ്യ്. അല്ല നീ എന്താ ചെയ്യാൻ പോവാ? അല്ല ഞാൻ കുറച്ചുകൂടി എനിക്ക് ചിന്തിക്കാനുണ്ട്. എടാ ഇവിടെ ഇരിക്കണ്ടേ? നാളത്തെ ബഡ്ജറ്റ് പോയി സെറ്റാക്കാൻ നോക്ക് നീ. അവനവിടെ ഇരിക്കാൻ പോവാ. ഒരു സമാധാനം തരില്ല ഇവിടെ. ഓഫീസാണ് ഒരു ഓഫീസ്. മീര നോ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട. രാകേഷ് ഇപ്പൊ പറയാൻ വരുന്ന എന്തായി കഴിഞ്ഞാലും അതിന് നോ ആണ് ആൻസർ. മീര ഇങ്ങനെ പോയാൽ നമുക്ക് രണ്ടുപേരും കൂടെ ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടാവട്ടോ. അതെ. അപ്പം രാകേഷ് ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോവാണോ? എന്താ മീര ഇങ്ങനെ ചങ്ക് കുത്തുന്ന വർത്താനൊക്കെ പറയുന്നത്? രാകേഷിന്റെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നം മീരയ്ക്ക് അറിയില്ല എന്താ. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ലിമിറ്റ് കഴിഞ്ഞിരിക്കുക. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രാകേഷിന്റെ വില തന്നെയല്ലേ ഇവിടുന്ന് പോകുന്നേ? ഓ പിന്നെ അത്ര വലിയ വിലയൊന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ബാങ്ക് കൊടുത്ത് ക്യാഷ് കിട്ടാനൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ മുഖത്ത് നോക്കിയിട്ട് ഓപ്പണായി സംസാരിക്കുന്നതിന് അത്ര നിലയും വിലയും നോക്കേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. ഈ ഒരു സ്റ്റാൻഡും വെച്ചിരുന്നാലേ വല്ല സ്റ്റാൻഡിലും പോയിട്ട് ഇരിക്കേണ്ടി വരും. പ്രാസം വെച്ച് പറയുന്നുണ്ട് കൊച്ചിക്ക. അല്ല ആ മീര കമ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മീരൻ്റെ വയത്തിൽ ഞാൻ നടക്കണം. ഓഹോ, അപ്പൊ ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നടക്കും. മനുഷ്യനല്ല പുള്ളേ, എപ്പോഴാ ബ്രേക്കപ്പ് ആകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ ഞാൻ പിന്നെയും കയറും. വേറെ ഒരാൾ ഞാൻ കയറാൻ സമ്മതിക്കും. ഓ ഇതെന്തൊരു കഷ്ടമാണ് നോക്കണേ. മീര എൻ്റെ ശല്യം ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. എന്താ? എൻ്റെ പ്രണയം സ്വീകരിച്ചാൽ മതി. അതാകുമ്പോൾ വെപ്പിറക്കാൻ നടക്കൂലല്ലോ. അതിനു വേണ്ടി ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ താഴേക്ക് ചാടുമല്ലേ? അത് വേണ്ട, ഈ ഷേപ്പൊക്കെ അങ്ങ് പോയി പോകും. അതിന് വേറെ ഇതാ പൊക്കോ എത്ര പോയാലേ ഞാൻ പിന്തുടർന്ന് വരും. എടാ സുഗന്ധവല്ലി ഹെയർ ഓയിലിൻ്റെ കൊട്ടേഷൻ കൊടുത്തായിരുന്നോ? എടാ കൊടുത്തായിരുന്നോന്ന്? നീ എന്താ നോക്കിക്കൊണ്ടിരിക്കടാ? എടാ ഞാൻ നമ്മുടെ മീരനെ പറ്റി ആലോചിക്കുകയായിരുന്നു. അവളൊരു പിടുത്തം തരുന്നില്ലടാ. അവളെ കുറിച്ച് ആലോചിച്ചിരുന്ന പിന്നെ ഇവിടുത്തെ പണിയൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. അളിയാ ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താണ്? നീ എന്നെ അവളെയും കൂടി ഒന്ന് സെറ്റാക്കി പോകും. ആ ഐഡിയ എനിക്കുണ്ടെങ്കിലേ ഞാൻ ആദ്യം അവളെ കളിക്കില്ലേ. പിന്നെ നല്ല ആളോടാ ഞാൻ ചോദിച്ചത്. ഓടാ പണിയെടുക്കടാ. കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. ഹെഡ് ഓഫീസിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ താങ്ക് യു മീര. ഈ ഓഫീസിൽ അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ പണിയെടുക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. താങ്ക് യു. കഴിഞ്ഞ ആഴ്ച മെയിൽ അയച്ചവരുടെ ഫോളോ അപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻ ഞാൻ ഈവനിങ് അറിയിക്കാം. ഓക്കെ സന്തോഷം മീര. അതെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യത്തിന്റെ അപ്ഡേഷൻ ഈവനിങ് കിട്ടുമോ? അത് കിട്ടും തോന്നില്ല. അതെന്താ മീര അങ്ങനെ ഒരു ടോക്ക്? മീരയുടെ ടോക്ക് ഇപ്പൊ ഇങ്ങനെയാണ്. എന്തായിരുന്നു അത്? നീ എന്നെ കൂടി ജയിലിൽ കയറ്റിവിടാം. നിന്റെ അടുത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഓഫീസിനകത്ത് മാനസിക പഠനം പറ്റില്ല എന്നുള്ളത്.
എന്നാ ജാമ്യം പോലും കിട്ടൂല. അതൊന്നും പ്രശ്നമില്ലടാ, ഞാനില്ല ഇവിടെ. ആർക്ക് പ്രശ്നമില്ലെന്ന്? എനിക്ക് പ്രശ്നമുണ്ട്. ഒന്ന് പോടാപ്പാ. നീ ഇതേത് കുരിശാണാവോ? ഹലോ യെസ് സാർ. ആ ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. എടാ, ഹെഡ് ഓഫീസിൽ നിന്നാണോ? അതെ. എന്താ പണി? നാളെ നമ്മുടെ പുതിയ മാനേജർ ജോയിൻ ചെയ്യണം. അതെന്തൊരു മുന്നറിയിപ്പില്ലാതെ? എന്നാണേലും വരാനുള്ളല്ലേ, വരട്ടെ. മലയാളിയാണോ? മലയാളിയാണ്, പക്ഷേ പക്ഷേ വരുന്നതൊരു പെണ്ണാണ് അളിയാ. പെണ്ണോ? ആ, പെണ്ണിന്റെ പേരെന്താ? പെണ്ണിന്റെ പേര് കൃഷ്ണ. കൃഷ്ണയോ? ആ, സോണിയ വന്നോട്ടെ, പോന്നോട്ടെ. അപ്പൊ നിന്റെ മീര? ആ, അവളോട് പോയി പണി വെക്കാൻ പറ. ഇനി എൻ്റെ മനസ്സിൽ നിറച്ചും കൃഷ്ണയാണ്. ആ